ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അന്ന് ഒക്ടോബർ 7-മായി ബന്ധപ്പെട്ട് ഹമാസ് പിടികൂടിയ രണ്ട് അമേരിക്കൻ പൗരന്മാരുടെ മൃതദേഹം ഇപ്പോൾ ഇസ്രായേൽ കണ്ടെടുത്തിട്ടുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേലിൻ്റെ വലിയ ആക്രമണം ഉണ്ടാകും. ഇത്തരം സംഭവങ്ങളിലൂടെ അമേരിക്കയെ തന്നെ ഇനി രംഗത്തിറക്കുമോ? തീർച്ചയായിട്ടും ഇസ്രായേലിന് ഈ യുദ്ധം നീട്ടിക്കൊണ്ടുപോകാൻ തുടക്കത്തിലെ ഇസ്രായേലിന് താല്പര്യമൊന്നുമില്ല. ഇസ്രായേലിന് അവരുടെ പൗരന്മാരെ തിരിച്ചു കിട്ടണം എന്നുള്ളതാണ്, ബന്ദികളാക്കിയവരെ മോചിപ്പിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല ഇസ്രായേലിന് നേരെ നടത്തിയ ആക്രമണത്തിന് ചുട്ട മറുപടി കൊടുക്കുക എന്നുള്ളതാണ്. ഈ ഒക്ടോബർ 7-ന് 2023 ഒക്ടോബർ 7-ന് ജൂതന്മാർ സംഘടിപ്പിച്ച, ഇസ്രായേലിലെ പൗരന്മാർ സംഘടിപ്പിച്ച ഒരു സംഗീത നിശ, ആ സംഗീത നിശയിലേക്കാണ് ഈ ഹമാസ് ഭീകരന്മാർ കടന്നു കയറുകയും വെടിവീർക്കുകയും നിരവധി പേരെ കൊലപ്പെടുത്തുകയും അവിടുന്ന് കുറേ പേരെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തത്. സത്യത്തിൽ ഇത് പാലസ്തീനിലെ സാധാരണ പൗരന്മാർക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഈ ഹമാസ് എന്ന ഭീകര സംഘടന അവരെ മറയാക്കി, അവരെയും ബന്ദികളാക്കി വെച്ചുകൊണ്ട്, ഒരർത്ഥത്തിൽ അവരെയും ബന്ദികളാക്കി വെച്ചുകൊണ്ട് ഈ ഇസ്രായേലിനോട് നടത്തുന്ന ഒരു നിഴൽ യുദ്ധമാണിത് എന്ന് എല്ലാവർക്കും അറിയാം, ഇസ്രായേലിനും അറിയാം. ഇപ്പോൾ ആ സമയത്ത് അമേരിക്ക ഭരിച്ചുകൊണ്ടിരുന്നത് ബൈഡനാണ്. ഈ ബൈഡൻ സർക്കാർ ഇസ്രായേലിനൊപ്പമാണോ എന്ന് ചോദിച്ചാൽ നമുക്ക് വ്യക്തമായ ഒരു ഉത്തരം പറയുക ബുദ്ധിമുട്ടാണ്. എന്നാൽ ഈ പറഞ്ഞതുപോലെ ഈ വിധ്വംസക പ്രവർത്തനങ്ങൾ നടത്തുന്ന തീവ്രവാദവും ഭീകരവാദവും ഒക്കെ ലോകമെങ്ങും വിതച്ചുകൊണ്ടിരിക്കുന്ന, അശാന്തി വിതച്ചുകൊണ്ടിരിക്കുന്നവരെ രഹസ്യമായി സഹായിക്കുന്ന ഒരു പദ്ധതി അന്ന് ഈ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിനും ബൈഡൻ സർക്കാരിനും ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. അതിൻ്റെ ഭാഗമാണ് ബംഗ്ലാദേശിലും മറ്റുമൊക്കെ കണ്ട അട്ടിമറി. അതവിടെ നിൽക്കട്ടെ. അപ്പോൾ ട്രംപ് ഈ തെരഞ്ഞെടുപ്പ് പര്യടന വേളയിൽ വോട്ട് ചോദിച്ച ആൾക്കാരുടെ അടുത്ത് ചെല്ലുമ്പോൾ, തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ട്രംപ് പറയുന്നത് ഇസ്രായേൽ അടിക്ക് കയറി, ഗാസയിൽ അടിക്കുക, പാലസ്തീനെ അടിക്കുക എന്ന് പറഞ്ഞ് ഇസ്രായേലിനെ പ്രോത്സാഹിപ്പിക്കുന്ന ട്രംപിനെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ അധികാരത്തിൽ വന്ന് ഏതാനും ആഴ്ചകൾ പിന്നിട്ടപ്പോൾ ട്രംപിൻ്റെ സ്വരത്തിൽ ചില മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അധികാരത്തിലേറി ഏതാണ്ട് 2-3 മാസം കഴിഞ്ഞപ്പോൾ ട്രംപ് സൗദിയും ഖത്തറുമൊക്കെ സന്ദർശിക്കാൻ പോയി. അതിനുശേഷം ഈ വിഷയത്തിൽ ട്രംപ് അടിമുടി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ സഹായം ഇക്കാര്യത്തിൽ വേണം. ഈ അമേരിക്കൻ നഗരത്തിൽ വെച്ചാണ് 2 ജൂതന്മാർ കൊല്ലപ്പെട്ടത്. ഇസ്രായേൽ എംബസിക്ക് സമീപം 2 ജൂതന്മാരെ ഈ ഹമാസ് അനുകൂലികൾ കൊലപ്പെടുത്തിയത് അമേരിക്കയ്ക്കുള്ളിൽ വെച്ചാണ്. അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് അമേരിക്കയുടെ ചുവടുമാറ്റം ഇസ്രായേൽ വളരെ ജാഗ്രതയോടെയാണ് നോക്കിക്കാണുന്നത്. ഈ അമേരിക്കയുടെ സഹായം എല്ലാ കാലത്തും ഇസ്രായേലിന് ആവശ്യമുണ്ട്. ഒരുപാട് ജൂതന്മാർ അമേരിക്കയിൽ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അവർ ലോക വിപണിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ്. അങ്ങനെ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ പാലസ്തീനെതിരായി, ഹമാസിനെതിരായി, ഇറാനെതിരായി, അതുപോലെ ഇറാൻ പിന്തുണയ്ക്കുന്ന ഭീകര സംഘടനകളാണ് ഹൂതികളും ഒക്കെ, ഹൂതികളെയും ഹമാസിനെയും ഒക്കെ ഇസ്രായേലിന് നേരിടണമെങ്കിൽ അമേരിക്കയുടെ പിന്തുണ കൂടിയേ തീരുള്ളൂ. ഇന്നിപ്പോൾ നമുക്കറിയാം, ലോകരാഷ്ട്രങ്ങളിൽ ഒരുപാട് രാഷ്ട്രങ്ങൾ ഇസ്രായേലിന് പിന്തുണയ്ക്കുന്നില്ല, നേരിട്ട് വന്ന് എതിർക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷേ ഇസ്രായേലിന് പിന്തുണ അവർ കൊടുക്കുന്നില്ല. മറുവശത്ത് ഈ പാലസ്തീനും ഹമാസിനും അറബ് രാഷ്ട്രങ്ങളുടെ പിന്തുണയും കിട്ടുന്നില്ല. അതും ഒരു വസ്തുതയാണ്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വലിയ പിന്തുണ ലോകരാഷ്ട്രങ്ങളിൽ നിന്ന് കിട്ടാതിരിക്കുകയും നിരന്തരം ഈ ഹമാസുമായിട്ട് പോരടിക്കുകയും ചെയ്യേണ്ടി വരുമ്പോൾ ഇസ്രായേലിന് തീർച്ചയായിട്ടും ഈ അമേരിക്ക പോലൊരു രാജ്യത്തിൻ്റെ പിന്തുണ അത്യാവശ്യമാണ്. ഇപ്പോഴിതാ ഈ ട്രംപ് ഈ അടുത്ത മാസങ്ങളിൽ ട്രംപിൻ്റെ അങ്ങനെ നിലപാടെടുത്തെങ്കിലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സംഭവം, അന്ന് ബന്ദികളിൽ 2 പേരുടെ മൃതദേഹം കണ്ടെടുത്തത് ഇനി ട്രംപ് രാഷ്ട്രീയമായി മാറിയാൽ അവിടുത്തെ ജനങ്ങൾക്ക് മാറാൻ കഴിയില്ലല്ലോ. വലിയ പ്രതിഷേധവും
സമ്മർദ്ദവും ഉണ്ടാകുമ്പോൾ ട്രംപിനും ജനങ്ങളോടൊപ്പം നിൽക്കാനല്ലേ കഴിയും? അതെ, തീർച്ചയായിട്ടും ഞാൻ അതിലേക്കാണ് വരുന്നത്. ഈ ട്രംപിൻ്റെ സ്വരത്തിലുണ്ടായ മാറ്റം ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ട്രംപിനെ അവരുടെ വഴിക്ക് കൊണ്ടുവരാനുള്ള പരിശ്രമം ഇസ്രായേൽ നടത്തുമെന്ന് തീർച്ചയാണ്. അന്ന് ഈ ഹമാസ് തട്ടിക്കൊണ്ടുപോയതിൽ നിരവധി അമേരിക്കക്കാരുമുണ്ട്. ആ ഒരു അമേരിക്കൻ ദമ്പതികളുടെ മൃതദേഹമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. ആ മൃതദേഹം അമേരിക്കക്കാർക്ക് മുന്നിൽ ഒരു വലിയ ചോദ്യചിഹ്നമാണ്. എന്തിന് നമ്മൾ ഈ കാര്യത്തിൽ ഇസ്രായേലിനെ പിന്തുണയ്ക്കാതിരിക്കണം? ഇസ്രായേൽ നേരിട്ട് ഹമാസുമായിട്ട് ഏറ്റുമുട്ടുമ്പോൾ, പാലസ്തീനിൽ ഗാസയിൽ നാശം വിതയ്ക്കുമ്പോൾ, ഹമാസിൻ്റെ ഒളിത്താവളം ഗാസയാണ്. ആ ഗാസ മുനമ്പ് ഒരു മറയാക്കി ഈ ഇസ്രായേലിനെതിരെ ഹമാസ് ഇത്തരത്തിലുള്ള നിഴൽ യുദ്ധം നടത്തുമ്പോൾ നമ്മൾ എന്തിന് നമ്മുടെ പൗരന്മാരെയും ഈ ഹമാസ് കൊണ്ടുപോയി കൊല്ലുന്നു, തട്ടിക്കൊണ്ടുപോകുന്നു, അവരെ ഉപദ്രവിക്കുന്നു, അവരെ കൊലപ്പെടുത്തുന്നു? ഇങ്ങനെയൊക്കെയുള്ള അവസരത്തിൽ എന്തുകൊണ്ട് നമ്മൾ ഇസ്രായേലിനെ പിന്തുണയ്ക്കാതിരിക്കണം? അതുകൊണ്ട് എന്ത് ലാഭമാണ് നമുക്കുണ്ടാകുക എന്ന് അമേരിക്കൻ ജനമനസ്സുകളിൽ ഒരു ചോദ്യം ഉണ്ടാക്കിയെടുത്തിരിക്കുകയാണ് ഈ സംഭവത്തിലൂടെ ഇസ്രായേൽ. വളരെ കൃത്യമായിട്ട് ഈ അമേരിക്കൻ ദമ്പതികളെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി, എന്നിട്ട് ഇപ്പോൾ അത് സ്ഥിരീകരിച്ച് മൃതദേഹം വിട്ടു തന്നിരിക്കുന്നു, അല്ലെങ്കിൽ മൃതദേഹം തരാൻ തയ്യാറായിരിക്കുന്നു എന്ന ഈ ഒരു വസ്തുത അമേരിക്കക്കാരുടെ മുന്നിലേക്ക് ഒരു വലിയ ചോദ്യമായിട്ട് ഇസ്രായേൽ വച്ചിരിക്കുകയാണ്. നമ്മുടെ പൗരന്മാരെ രക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഒരു പ്രസിഡന്റ് എവിടത്തെ പ്രസിഡന്റാണ് എന്ന് അമേരിക്കക്കാർ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇത് അമേരിക്കയിൽ കാട്ടുതീ പോലെ പടരും. കാരണം ട്രംപിൻ്റെ എതിരാളികൾ, എതിർ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ ഒക്കെ ഇതിനെ സമർത്ഥമായിട്ട് വിനിയോഗിക്കും. മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽ പോലും ട്രംപിൻ്റെ അപ്രമാദിത്വം അംഗീകരിക്കാത്തൊരു വിഭാഗമുണ്ട്. അവരും ഇത് സമർത്ഥമായിട്ട് പ്രചാരണത്തിന് ഉപയോഗിക്കും. അപ്പോൾ സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ ശേഷിയില്ലാത്തൊരു പ്രസിഡന്റ് എന്തിനാണ് ഈ സ്ഥാനത്തിരിക്കുന്നത് എന്നുള്ള ചോദ്യം പോലും ഉയരും. അത് ട്രംപിന് വലിയ വെല്ലുവിളിയാണ്. ഇസ്രായേൽ ശരിക്കും അവരുടെ ഒരു ട്രംപ് കാർഡ് ഇറക്കിയിരിക്കുകയാണ്. ട്രംപിനെ ലക്ഷ്യം ട്രംപാണ്. ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ സ്വരമാറ്റം, ഈ ഭാഷാമാറ്റം, ഇവരോടുള്ളൊരു മൃദു സമീപനം, ട്രംപിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ കച്ചവടങ്ങൾ നടക്കുക, ട്രംപിന് അതിലൂടെ വരുമാനം ഉണ്ടാകുക, അമേരിക്കയെ വീണ്ടും ഒരു മഹത്തായ അമേരിക്കൻ പാരമ്പര്യം പുനഃസ്ഥാപിക്കുക, അമേരിക്കയെ ഒന്നാമതെത്തിക്കുക, ഇതൊക്കെയാണ് ട്രംപിൻ്റെ ലക്ഷ്യം. അമേരിക്ക വലിയ തോതിൽ ഇപ്പം 30 ട്രില്യൺ GDP ഒക്കെ അവകാശപ്പെടുന്ന അമേരിക്ക ലോകത്തെ ഏറ്റവും കൂടുതൽ കടം വാങ്ങിയിരിക്കുന്ന ഒരു രാഷ്ട്രം കൂടിയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ വലിയ പ്രതിസന്ധി, സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് അമേരിക്ക കടന്നു പോകുമ്പോൾ അവരുടെ വളർച്ചാ നിരക്ക് വളരെ കുറവാണ് രേഖപ്പെടുത്തുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ട്രംപിനെ സംബന്ധിച്ചും അമേരിക്കയെ സംബന്ധിച്ചും ഇത്തരം കാര്യങ്ങൾ വലിയ തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ട്രംപ് മുട്ടുമടക്കി ഇസ്രായേലിൻ്റെ ഒരു മാർഗത്തിലേക്ക് വരും എന്ന് ഇസ്രായേൽ കരുതുന്നു. അതിനു വേണ്ടിയിട്ട് അവർ ഇത്തരം കാര്യങ്ങളെ, ഈ സംഭവങ്ങളെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കുകയും ചെയ്യും. അമേരിക്കൻ ജനത സ്വന്തം പൗരന്മാരെ രക്ഷിക്കാൻ ശേഷിയില്ലാത്ത ഒരു പ്രസിഡൻ്റാണ് ട്രംപ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ നാണക്കേട് ട്രംപിന് വലുതാണ്. ചെറിയ നാണക്കേടല്ല അതുണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഇക്കാര്യത്തിൽ ട്രംപിന് മനംമാറ്റമുണ്ടാകും, ട്രംപിൻ്റെ സ്വരത്തിലും മാറ്റമുണ്ടാകും. ഇന്ന് ഈ പാലസ്തീനോടും ഈ പറയുന്ന ഇസ്രായേൽ ആക്രമണത്തോടുമൊക്കെ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടുണ്ട്. ആ നിലപാടിൽ വലിയ മാറ്റങ്ങൾ വരാൻ സാധ്യതയുണ്ട്. പഴയതുപോലെ ഇസ്രായേലിനോട് കയറി അടിച്ചോ, ഞാൻ നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന് പറഞ്ഞിരുന്ന, പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞിരുന്ന ആ ട്രംപിൻ്റെ സ്വഭാവം മടങ്ങി വന്നേക്കാം എന്ന് ഇസ്രായേൽ കണക്കുകൂട്ടുന്നു. ട്രംപിൻ്റെ അകമഴിഞ്ഞ പിന്തുണ ഇസ്രായേൽ ആഗ്രഹിക്കുന്നു. അമേരിക്ക സമ്പൂർണ്ണമായിട്ടും ഇസ്രായേലിനോടൊപ്പം നിലനിൽക്കണം എന്നുള്ളതാണ് അവരുടെ ആവശ്യം. അപ്പോൾ അതിലേക്ക് സമ്മർദ്ദം ചെലുത്താൻ, ട്രംപിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അവരുടെ പൗരന്മാരെ തന്നെ ഈ ഹമാസ് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്ന നഗ്ന സത്യം വളരെ കൃത്യമായിട്ട് വിളിച്ചു പറയുകയും ആ മൃതദേഹങ്ങൾ അമേരിക്കയ്ക്ക് കൈമാറുകയും ചെയ്യുന്നതിലൂടെ ഇസ്രായേൽ വലിയ കരുനീക്കമാണ് നടത്തിയിരിക്കുന്നത്. ട്രംപിന് മറ്റു വഴികളില്ല. അമേരിക്കയും ഇതൊരു ഭീകര പ്രവർത്തനമായല്ലേ കാണുകയുള്ളൂ. തങ്ങളുടെ പൗരന്മാർക്ക് എന്ത് സംഭവിച്ചാലും ഏറ്റവും ആദ്യം ഓടിയെത്തുന്ന 2 രാജ്യങ്ങളാണ് ഇസ്രായേൽ, അമേരിക്ക. അപ്പോൾ അങ്ങനെ ഒരു രാജ്യത്തിന് അതാണ്, അവർക്ക് മറ്റു വഴികളില്ല. ഇപ്പോൾ ട്രംപ് ഈ ഖത്തറിൻ്റെയും സൗദിയുടെയും ഒക്കെ സ്വാധീനത്തിൽപ്പെട്ട് അവിടെ നിന്ന് വലിയ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്
വലിയ തോതിൽ നിക്ഷേപം അമേരിക്കയിലേക്ക് വരും എന്ന് ട്രംപിന് അറിയാം. അതിനു വേണ്ടിയിട്ടുള്ള വിട്ടുവീഴ്ചകളും നീക്കങ്ങളും ഒക്കെയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന്മേൽ കൃത്യമായിട്ട് ആ മർമ്മത്ത് തന്നെ ഇസ്രായേൽ അടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രംപിന് ഈ സൗദിയെയും ഖത്തറിനെയും ഒക്കെ തൃപ്തിപ്പെടുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തം പൗരന്മാരെ വിശ്വാസത്തിലെടുക്കേണ്ടി വരുന്നു. ഇവിടെ ട്രംപിന് മറ്റു വഴികളില്ല. അമേരിക്കൻ പൗരന്മാരെ കൊലപ്പെടുത്തിയ ഹമാസിനെതിരെ അതിശക്തമായ നടപടികൾ എടുക്കേണ്ടി വരും. അതിന് ഇസ്രായേലിനെ പിന്തുണയ്ക്കേണ്ടിയും വരും. ഇസ്രായേലിനാകട്ടെ അമേരിക്കയുടെ പിന്തുണ ആവശ്യമാണ് താനും. അതുകൊണ്ട് ഇസ്രായേൽ ഒരുക്കിയ കൃത്യമായൊരു കെണിയിൽ ട്രംപ് പെട്ടിരിക്കുകയാണ്. ട്രംപിൻ്റെ മുന്നിൽ മറ്റു വഴികളില്ല. ഈ ജനവികാരം തനിക്ക് എതിരാകുന്നതിന് മുമ്പ് തന്നെ ഈ വിഷയത്തിൽ ഒരു നിലപാട് സ്വീകരിച്ച് ട്രംപിന് രംഗത്ത് വരേണ്ടി വരും എന്നുള്ള കാര്യവും തീർച്ചയാണ്.